ശരിയല്ലെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്തോളൂ, അതിന്റെ നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നതല്ലേ, പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുള്ളൂ. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ, പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ, അതിനകത്ത പ്രശ്നം. ഗൂഢാലോചന സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ല. സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പോലീസ് പറയട്ടെ. ആ പോലീസ് പറയല്ലോ. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല. ഇത് ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത്. അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ, അതിനെന്താ പ്രശ്നം? അതല്ലേ വേണ്ടത്. അതൊക്കെ സാധാരണ നിലക്ക് ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്തെല്ലാം വീമ്പ് പറച്ചില് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട. ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇതാ നിങ്ങളല്ല അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ, നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമ പ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു? മാധ്യമ പ്രവർത്തനമായി നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. നിങ്ങളത് തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് പ്രശ്നം. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് എന്റെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ മറ്റു പ്രക്ഷോഭ സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടേണ്ടതേ ഉള്ളൂ. നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും, നിങ്ങൾ പറയും, നിങ്ങൾ നടപ്പാക്കും, നിങ്ങൾ വാർത്ത കൊടുക്കും, ഒക്കെ ചെയ്യും. അതൊന്നും ഗൂഢാലോചനയല്ല. പക്ഷേ ഗൂഢാലോചനയുടെ ഭാഗമായി നീങ്ങണ്ട, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, അടി തിരിച്ചടിയെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും അത് ചെയ്യുന്നതിനുള്ള അത് നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ വായനക്കെന്തോ തകരാറുണ്ട്. എന്താണെന്നറിയോ? ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. ആരും പ്രകോപിതരാകരുത്, പ്രകോപനത്തിൽ കുടുങ്ങരുത്, പ്രകോപനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിനെ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അടിക്കും എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതാണോ പൊതു സംസ്കാരം? അതാണോ പൊതുവായ രീതി? അതാണോ വേണ്ടത്? നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി ആ ബസിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയാണ്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്, ആരും പ്രകോപനത്തിൽ കുടുങ്ങരുത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനത്തിൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിന്റെ അവിടെ
2-3 ആളുകൾ വന്ന് കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നോക്കില്ലേ ഇവരെ? അത് കാണുകയല്ലേ? വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു കണ്ടല്ലോ. ഇന്നലെ ഒരാൾ പിന്നെ പറയുന്നത് കേട്ടല്ലോ. ഇത് ഒരു ജില്ലയില് ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത. അവിടെ ഒരു നവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന് പോയി പിന്നെ അതിന്റെ ഭാഗമായിട്ട് അണിനിരന്ന ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത്. അത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ആശ്ചര്യമില്ലല്ലോ. തല്ല്, അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ. അതല്ലേ നടക്കുന്നത്. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാ ദിവസവും പറയല്ലേ? അപ്പോഴും അടി 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 എന്നല്ലേ? നിങ്ങൾ ബസിന്റെ മുന്നിൽ ചാടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾക്കെന്താ സംരക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത്? മഞ്ചേശ്വരം മുതൽ ഞാൻ ഈ നവകേരള സദസ് കാണുന്നയാളാണ്. വലിയ പങ്കാളിത്തം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങേയും മന്ത്രിമാരെയും ഒന്നിച്ചു കാണാനുള്ള ആകാംക്ഷയാണ് ഈ ആൾക്കൂട്ടം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള സിഎമ്മിന്റെ മറുപടി എന്താണ്? ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട. അതായത് നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് കൂടിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ പ്രതിസന്ധിയിലായിക്കൂടാ, നാടിന്റെ ഭാവി തകർന്നുകൂടാ. നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എല്ലാ ആളുകളും ഭേദചിന്തയില്ലാതെയാണ് അണിനിരന്നിട്ടുള്ളത്. 10,000 ഇതിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. ആ 10,000 അണിനിരന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായത്. അത് വസ്തുതയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി. പക്ഷെ പറയാൻ അവർ നിർബന്ധിതയായി. അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ കൊടുക്കുന്നു എന്ന് പറയാനും അവരും നിർബന്ധമായി. ഇതെല്ലാം ഒരു മാറ്റമാണ്. പക്ഷേ നാം കാണേണ്ടത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്താണ്. ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 36 ദിവസവും പ്രകടമാകുന്നത്. ജനലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി അണിനിരന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും. അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിന്റെ വലിയ തോതിലുള്ള അണിനിരക്ക്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീടാകാം. ഇന്ന് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയും അതിനെ കാണേണ്ടതുണ്ട്. അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണ്? ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയാം? നിങ്ങൾക്കറിയാം? 50 ലക്ഷത്തോളമല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ. അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. അത് ഓരോ പടിയും ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പം നൽകുന്നത് 1600 രൂപ കുറച്ചു കാലമായിട്ട്. ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പം നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ല. ആ 1600 രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്? അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്? അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ? അത്
ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരം കാര്യങ്ങളിൽ. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും. ബാക്കി നമുക്ക് പിന്നീടാകാം.